ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ധനവരവ് നമ്മുടെ വീട്ടിലുണ്ടാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അതായത് ഒരുപാട് ധനം വന്നു ചേർന്ന് കോടീശ്വരനാകണമെന്നൊന്നുമില്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ധനം എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണമെന്നും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടണമെന്നും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഉയർച്ചയുണ്ടാവണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു ചെറിയ പരിഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 8 വസ്തുക്കൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി നമ്മൾ സൂക്ഷിച്ചു വച്ചാൽ തീർച്ചയായും ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതായിരിക്കും. അഷ്ടലക്ഷ്മികളെ സൂചിപ്പിക്കുന്ന 8 വസ്തുക്കളാണ് നമ്മൾ ഒന്നിച്ച് കെട്ടിവെക്കുന്നത്. നിങ്ങൾക്കറിയാം, ലക്ഷ്മികളിൽ 8 ഭാവമുണ്ട്. അതിൽ തന്നെ നമ്മൾ എപ്പോഴും ധനലക്ഷ്മിയെയാണ് കൂടുതലായിട്ട് പൂജിക്കുന്നത്. കാരണം ധനം നമ്മളിലേക്ക് വന്നു ചേരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത്. പക്ഷേ ഈ 8 ലക്ഷ്മികളുടെ കടാക്ഷവും നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്കേജസ് ഉണ്ടാവാനും നമ്മളിലോട്ട് എത്തേണ്ടുന്ന ധനം എത്താതെ ഇരിക്കാനും ഇനിയിപ്പോൾ ധനം വന്നെത്തിയാൽ തന്നെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള പാഴ്ചെലവുകൾ വന്ന് നമ്മളിൽ നിന്ന് ആ ധനം നഷ്ടപ്പെട്ടു പോകാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നമ്മളിലോട്ട് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും എനർജി കടന്നു വരുന്നത് 8 ദിക്കുകളിൽ നിന്നുമാണ്. 8 ദിക്കുകൾ, അഷ്ടദിക് പാലകരുടെ 8 ദിക്കുകൾ. നമ്മളെ ചുറ്റിപ്പറ്റിയും ഈ 8 ലക്ഷ്മികളുമുണ്ട്, അഷ്ടലക്ഷ്മികളും. അപ്പോൾ ഈ അഷ്ടലക്ഷ്മികളും 2 കൈകളോടും കൂടി 16 കൈകളിൽ നിന്നാണ് ഇവർ നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം തരുന്നത്. നമ്മൾ കൂടുതലായിട്ടും ധനലക്ഷ്മിയെ മാത്രമാണ് പൂജിക്കുന്നത്. പക്ഷേ ആദിലക്ഷ്മി, വിദ്യാലക്ഷ്മി, വിജയലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, ധാന്യലക്ഷ്മി ഇങ്ങനെയുള്ള ഈ ഒരു 8 ലക്ഷ്മികളും ഒരുപോലെ നമ്മൾക്ക് കനിഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്കുണ്ടാകും. വിദ്യാലക്ഷ്മിയിൽ നിന്ന് വിദ്യയും, വിജയലക്ഷ്മിയിൽ നിന്ന് വിജയവും, ധനലക്ഷ്മിയിൽ നിന്ന് ധനവും, സന്താനലക്ഷ്മികളിൽ നിന്ന് നല്ല സന്താനങ്ങളും, വീരലക്ഷ്മികളിൽ നിന്ന് നമുക്ക് ധൈര്യവും, അതേപോലെ ധാന്യലക്ഷ്മിയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായ അന്നങ്ങളും ഒക്കെ ലഭിച്ച് എല്ലാ രീതിയിലും നമുക്ക് ഉയർച്ചയുണ്ടാവാൻ ഈ 8 ലക്ഷ്മികളും നമ്മളെ സഹായിക്കുന്നതാണ്. ഈ 8 ലക്ഷ്മികളെയും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 8 വസ്തുക്കളും കൂടിയിട്ട് ഒന്നിച്ച് വെക്കുന്നത്. ഇത് നമുക്കങ്ങനെ എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വർഷത്തിൽ വരുന്ന 4 നവരാത്രികൾ, അതേപോലെ ദീപാവലി, അക്ഷയ തൃതീയ, വരമഹാലക്ഷ്മി വ്രതം, ഈ ദിവസങ്ങളിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ. വർഷത്തിൽ വരുന്ന 4 നവരാത്രികളിൽ വരുന്ന അഷ്ടമി തിഥിയിൽ മാത്രമാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുമുള്ളൂ. സാധാരണയായിട്ട് എല്ലാവരും ചെയ്യുന്നത് ദീപാവലി സമയത്താണ് ഇത് ചെയ്യാറുള്ളത്. കാരണം ദീപാവലിക്ക് വളരെയധികം പവറുണ്ട്. പക്ഷേ അഷ്ടമി തിഥിയിൽ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ധനവരവ് നമുക്കുണ്ടാവുന്നതാണ്. കാരണം അഷ്ടമി തിഥിയിൽ ഈ 8 ലക്ഷ്മികളും ഒന്നിച്ച് ചേരുന്നത് കൊണ്ട് തന്നെ അത് വളരെയധികം ഓസ്പീഷ്യസ് ആയിരിക്കും. ഇപ്രാവശ്യത്തെ വെളുത്തപക്ഷ അഷ്ടമി ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. നാളെ അത് അവസാനിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങളിത് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം ഇന്ന് അത്തം നക്ഷത്രവും ബുധനാഴ്ചയും കൂടി വന്നിരിക്കുന്ന അഷ്ടമി തിഥിയാണ്. ഇതിന് വളരെയധികം പവറുണ്ട്. കാരണം അത്തം നക്ഷത്രം എന്ന് പറയുന്നത് വെങ്കടേശ്വര ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷം നമുക്ക് ഇന്നത്തെ ദിവസം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് അഷ്ടമി ഈ തിഥിയിൽ ചെയ്യേണ്ടുന്നൊരു പൂജയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു പൂജ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പൂജ ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കിഴി ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ആ കിഴിയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കാണിക്കുന്നുമുണ്ട്. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൂജ നിങ്ങൾ ചെയ്യണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നോൺ വെജ് കഴിച്ചിട്ട്
അതേപോലെ തന്നെ പീരിയഡ്സ് പുലവാലായ്മയുള്ളപ്പോഴൊന്നും നമ്മളിത് ചെയ്യരുത്. എല്ലാ രീതിയിലുമുള്ള ശുദ്ധിയോടും വൃത്തിയോടും കൂടി മാത്രമേ നമ്മളിത് ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, ഞങ്ങൾക്കിത് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് ആഗസ്റ്റ് മാസം വരുന്ന വരമഹാലക്ഷ്മി വ്രതത്തിൻ്റെ അന്ന് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അന്ന് നിങ്ങളെ ഇത് ഓർമ്മിപ്പിച്ചോളാം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പൗച്ച് എടുക്കുക. അതായത് ഇങ്ങനെയുള്ള നമുക്ക് ഈ സ്വർണ്ണമൊക്കെ മേടിക്കുമ്പോൾ ഇപ്പം നോർമലി കിട്ടാറുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. ഇന്നിപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു പച്ച കളറിലെ ക്ലോത്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലോട്ട് ആദിലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന സിന്ദൂരം, ചുമന്ന കളറിലെ സിന്ദൂരം 1 സ്പൂൺ, ഞാനിവിടെ ഇപ്പം 1 ഡപ്പ കാണിച്ചു എന്നേ ഉള്ളൂ, 1 സ്പൂൺ സിന്ദൂരമിടണം. അതിനുശേഷം വിദ്യാലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന ഏലയ്ക്ക 6 എണ്ണത്തിൽ, ഞാനിവിടെ അധികം കാണിച്ചു എന്നേ ഉള്ളൂ, 6 ഏലയ്ക്ക വെക്കണം. വിജയലക്ഷ്മിയെ സൂചിപ്പിക്കാൻ പാക്ക് ഒരു കൊട്ട പാക്ക് ഒരെണ്ണം വെക്കണം. ഐശ്വര്യലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന പച്ചരിയും ഒരു സ്പൂൺ മതിയാവും. ധനലക്ഷ്മിയെ സൂചിപ്പിക്കാൻ ഒന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിൽവർ കോയിൻ ഉണ്ടെങ്കിൽ സിൽവർ കോയിൻ, അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു നാണയം. സന്താനലക്ഷ്മിയെ സൂചിപ്പിക്കാനായി മഞ്ഞളിൻ്റെ ഒരു കഷ്ണം, മഞ്ഞൾ കഷ്ണം തന്നെ വേണം, ഇവിടെ പൊടി ഉപയോഗിക്കരുത്. അതേപോലെ വീരലക്ഷ്മിയെ സൂചിപ്പിക്കാൻ താമര വിത്തുകൾ. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത താമരമണി മാലയുണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ 3 or 6 എണ്ണത്തിൽ താമര വിത്തുകൾ വെക്കാം. ധാന്യലക്ഷ്മിയെ സൂചിപ്പിക്കുന്ന മല്ലി, ഇവിടെ മല്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ മല്ലി കാണിക്കാത്തത്. മുഴുവൻ മല്ലി, പൊടിയല്ല, മുഴുവൻ മല്ലി, അതും 1 സ്പൂൺ മതിയാവും. ഇതെല്ലാം കൂടി നിങ്ങൾ ഗോൾഡൻ അല്ലെങ്കിൽ ഗ്രീൻ കളറിലെ ഒരു ക്ലോത്തിലോ പൗച്ചിലോ ഇട്ട് നന്നായിട്ട് കെട്ടി ഇന്ന് പൂജ ചെയ്യുന്ന ലക്ഷ്മി നാരായണന്മാരുടെ അടുത്തായിട്ട് വെച്ച് വരുന്ന വർഷം മുഴുവൻ നല്ല രീതിയിലുള്ള ധനവരവ് എൻ്റെ ഈ കുടുംബത്തിലോട്ട് ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ പൈസ വെക്കുന്ന നിങ്ങളുടെ മണി നിങ്ങളുടെ ക്യാഷ് ഡ്രോയറിലോ, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മണി ബാഗിലോ വെക്കാം. ഇനിയിപ്പോൾ 2 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വെക്കാം. 3 സ്ഥലത്തുണ്ടെങ്കിൽ 3 എണ്ണം വെക്കാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്, അങ്ങനെ എടുത്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പം ഇന്നിത് ചെയ്തവർ അടുത്ത വരമഹാലക്ഷ്മിയുടെ പൂജ വരുന്ന സമയത്ത് അത് ആ ഡ്രോയറിൽ നിന്നോ മണി ബാഗിൽ നിന്നോ എടുത്ത് ലക്ഷ്മി പൂജ ചെയ്യുമ്പം കൂടെ വെച്ച് എനർജൈസ് ചെയ്ത് തിരിച്ച് വെക്കണം. അതിനുശേഷം വരുന്ന ദീപാവലിക്കും അതേപോലെ എനർജൈസ് ചെയ്തെടുത്ത് വെക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് വെച്ചിരിക്കുന്ന ആ ഒരു കിഴി അതേപോലെ ഒഴുകുന്ന ജലത്തിലോ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ കുഴിച്ചിട്ടിട്ട് പുതിയ ഒരെണ്ണം ദീപാവലിക്ക് ഇതുപോലെ തന്നെ നിറച്ച് നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിലോ മണി പേഴ്സിലോ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ വർഷവും ദീപാവലിക്ക് ഞാനിത് മുടങ്ങാതെ ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഞാനിത് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ബുധനാഴ്ചയും അത്തം നക്ഷത്രവും അഷ്ടമി തിഥിയും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന, ഒപ്പം സർവാർത്ഥ സിദ്ധി യോഗവും കൂടിയുള്ള നല്ല ഒരു മുഹൂർത്തമായതുകൊണ്ടാണ് ഇന്നിത് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന് ചെയ്യാൻ പറ്റാത്തവർ ആരും വിഷമിക്കേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്ന വരമഹാലക്ഷ്മിയിലോ ദീപാവലിക്കോ അല്ലെങ്കിൽ അതിനു മുൻപ് വരുന്ന നവരാത്രിയിലോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. നല്ല ഫലം തന്നെ എല്ലാവർക്കും ലഭിക്കുന്നതുമാണ്. കഴിവതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.